എന്നല്ല അങ്ങനെ സ്വീകരിക്കൂലെന്നെ അല്ല സ്വീകരിക്കില്ല മോളെ. ഞാൻ തെറ്റ് ഞാൻ കാല് വെച്ച് മാപ്പ് പറഞ്ഞില്ലേ. കാല് പിടിച്ച് മാപ്പ് പറയാൻ പറ്റിയ തെറ്റല്ലേ ചെയ്തിന്ന്. തെറ്റ് ചെയ്തില്ല എന്റെ മനസ്സുകൊണ്ട്. മനസ്സുകൊണ്ട് ചെയ്തില്ല, ശരീരം കൊണ്ട് ചെയ്തില്ലേ? ഇല്ലാന്ന് ആണ്. ഇജ്ജൊരു കാര്യം ചെയ്യ്. ഞാൻ പറഞ്ഞ പോലെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എൻ്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും ഹമീദിന്റെയും പേരിൽ നാളെ തന്നെ പോയി നാളെ തന്നെ കേസ് കൊടുക്ക്. എന്നെ കൊണ്ട് ഒറ്റക്ക് വയ്യാന്നുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ ഉറപ്പിട്ട് വിളിക്ക്, ഞാൻ വന്ന് ചെയ്ത് തരാം. അതൊക്കെ ഞാൻ ചെയ്തോളാം. എന്നെ കൊണ്ട് വയ്യാന്നുണ്ടെങ്കിൽ ഇച്ചിന്റെ പോരെ, പെരേന്നിട്ട് പോരെ, ബാക്കിയുള്ള പണി ഞാൻ എടുത്തോളാം. വരുന്ന സെല് ഏറ്റെടുത്തോളാം തന്നെ. അവരെ ജയിലിടൂലേ? ആരെ? അതൊന്നും നോക്കണ്ട. എനിക്കിപ്പോ മറ്റേ ആനപ്പുറത്ത് അങ്ങാടി കൂടി പോകുമ്പോണോ ഉമ്മാനെ കാണാനും പാടില്ല, ഉപ്പാനെ കാണാനും പാടില്ല, അത് നടക്കൂല. അങ്ങനെ ഒന്നും വേണ്ടല്ലോ. എന്തിനാ വയസ്സുകാലത്ത് അവരങ്ങനെ ആക്രമിക്കുന്നത്? വയസ്സുകാലത്ത് അവരാലോചിക്കണം. എന്നാ വയസ്സായ കാലത്ത് അവരാലോചിക്കണ്ട, അവരാലോചിച്ചിട്ടില്ല. ആലോചിച്ചിട്ടില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, എന്നാ അവരെ കൂടെ നിന്നുങ്ങാണ്ട് വയസ്സുകാലത്ത് അവിടെ സൃഷ്ടിച്ചിട്ട് അവിടെ നിന്നോ. അനക്ക് ഇനി ഭർത്താവിനെ വേണമെന്നുണ്ടെങ്കിൽ 150 ഭർത്താവിനെ കിട്ടുന്ന എന്റെ വാപ്പ പറഞ്ഞിക്കണ്. വാപ്പാനോട് ചോദിച്ചോക്ക് എവിടുന്നാന്ന്. എന്റെ ആങ്ങളി പറഞ്ഞിക്കണ്. ഡെയിലി ഒരു ഭർത്താവിനെ കൊണ്ടുപോകുന്ന എന്റെ ആങ്ങളെ പറഞ്ഞിക്കണ്. ഡെയിലി ഒരു ഭർത്താവിനെ. എന്ത് അനക്കൊക്കെ പൂറ് നല്ല വലിപ്പമുള്ള പൂറല്ലടി. ഇഷ്ടം ഒരാളെ കിട്ടൂലേ? ഇഷ്ടം ഒരാളെ കിട്ടും. അനക്ക് ഇത് നല്ല ഗ്ലാമർ ഉണ്ട്. എന്തായാലും 10-13 കൊല്ലം ഞാൻ മാത്രമേ ഗ്ലാമർ പോയുള്ളൂ. അനക്ക് നല്ല ഗ്ലാമർ ഉണ്ട്. 10-13 കൊല്ലം ഞാൻ നയിച്ച് എന്നൊക്കെ നോക്കിയിട്ട് അനക്ക് ഗ്ലാമർ ഒന്നും ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. അനക്കൊക്കെ നല്ല സുഖമാണ്. ഇപ്പോഴും കിട്ടും ഒരു രാത്രിക്ക് 2500-3000 ഒക്കെ എനിക്ക്. എന്നാ അവള് അതിന്റെ കൂടെ ആൾക്കാരുണ്ട്. നീലമ്മയുണ്ട്, രാധേരത്തിന്റെ മോളുണ്ട്. ഇവരൊക്കെ കൂടെ എനിക്ക് സുഖമായി ജീവിക്കാം. ആ തള്ളിണ്ടാവും. എന്റെ ഉമ്മാനെ വിളിച്ചോ ഈമ്പി കൊടുക്കാൻ ആൾക്കാർക്ക്. ഈമ്പി കൊടുത്തിട്ട് മുട്ട ലെവലായി കഴിഞ്ഞാൽ എന്റെ പൂറ്റിൽ എനിക്ക് കയറ്റിക്കോ. വൃത്തിയുടെ വാക്ക് വൃത്തിയുടെ പന്നി പോലാടിച്ചല്ലേ, തേവ് പിടിച്ചല്ലേ ജി എന്റെ അടുത്ത്. പിന്നെ എങ്ങനത്തെ നല്ല വാക്കാ ഞാൻ പറയാ? ജി തേവ് പിടിച്ചാണല്ലോ. ഇന്റെ മക്കള് ഇഞ്ചി പറയല്ല, എന്റെ മക്കളല്ല. ഇജ്ജ് പെറ്റിനേ ഉള്ളൂ. എടി ഇജ്ജി പെറ്റതോടെ ഇന്റെ മക്കള്. എജ്ജി എന്നോട് പറഞ്ഞു നിങ്ങൾ എന്നെ വാപ്പാന്ന്. ഞാൻ സമ്മതിച്ചു പറഞ്ഞേക്ക്. എനിക്കറിയോ ഈ 4 മക്കളും ഇന്റെ എന്നല്ല എനിക്കറിയോ. തേവ് പിടിച്ചിട്ടുണ്ടായ മക്കളല്ലേ? തേവ് പിടിച്ചിട്ടുണ്ടായ 4 മക്കളാണ്. എനിക്കറിയോ ഇജ്ജി പറഞ്ഞ ഇന്റെ മക്കളാന്ന് ഞാൻ വിശ്വസിച്ച്. ഞാൻ നോക്കുന്നുണ്ട്. ഇന്റെ മക്കളാഞ്ചി പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കുന്നുണ്ട്. അതെന്തായാലും ഇന്റെ മക്കളല്ലെങ്കിലും കൂടിയിട്ട് ഞാൻ നോക്കും. എന്നുവെച്ചാൽ നിവൃത്തില്ല. എന്റെ 4 മക്കളായി പോയി ഞാൻ സ്വീകരിച്ചു. മനസ്സാ വാച കർമ്മനെ ഞാൻ സ്വീകരിച്ചു. അതുകൊണ്ട് ഞാൻ നോക്കും. ഇജ്ജ് പറയാണ് നാളെ തന്നെ എന്റെ വാപ്പ പറഞ്ഞാലാ ആസിക്കിനോട്. എന്റെ വാപ്പൻ ആസിക്കിനോട് പറഞ്ഞാലാ. എന്റെ വാപ്പനെ എനക്കറിയോന്ന് എന്റെ വാപ്പ ചോദിച്ചാലാ എന്റെ മോനോട്. എന്റെ വാപ്പ ചോദിച്ചാലാ. തടി നാസറുണ്ട്, കുഞ്ഞോനുണ്ട്, ഒപ്പം വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ എന്നോട് പറഞ്ഞു. എന്റെ വാപ്പ ചോദിച്ചാലാ എന്റെ മോനോട്. ഏത് പൂറ്റിക്ക് പോയിട്ട് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലടി. ഞാൻ പറഞ്ഞേക്ക് അനക്ക് ഞാൻ ഇജ്ജ് ഏതായാലും തെറ്റ് ചെയ്ത് ഇജ്ജൊരു തേടിച്ചാന്ന് അറിഞ്ഞാൽ ഞാൻ സ്വീകരിച്ചോളാം. ഞാൻ എന്നെ നിൽക്കാൻ വെച്ചോളാം. ഞാൻ പറഞ്ഞ പോലെ ചെയ്യോ. ഞാൻ അന്തസ്സ സ്വീകരിച്ചോളാം. സ്വീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ കൊടുക്കാൻ പോകാൻ പാടില്ല. ആർക്കായാലും അങ്ങനെ പറഞ്ഞോളൂ. ഞാൻ ഇജ്ജ് അങ്ങനെ ചെയ്തല്ലേ? അങ്ങനെ ചെയ്ത് ഞാൻ മരിച്ചാൽ എനിക്ക് പേടില്ലടി. എന്നെ പോലത്തെ ആൾക്കാരല്ല എന്റെ കൂടെ അല്ല. എനിക്ക് ഇഷ്ടമാര് ബാക്കിക്കാരുണ്ട്. ആൾക്കാരെ പൊലാടിച്ച് ഞാൻ അഥവാ മരിക്കുകയാണെങ്കിൽ തന്നെ എന്റെ 4 മക്കളും വയ്യാതരവൊന്നുമില്ല. എനിക്കൊക്കെ ഇഷ്ടം ഒരാൾക്കാരുണ്ട്. നായിന്റെ മോളെ എന്നെ കൊണ്ട് ഞാൻ വെറുപ്പിച്ചാണ്. അവരൊക്കെ ഞാൻ വെറുപ്പിച്ച എന്നെ കൊണ്ടാണ്. എനിക്കൊക്കെ ഇഷ്ടം ഒരാൾക്കാരുണ്ട്. എന്റെ മക്കളൊക്കെ പൊന്നു പോലെ അന്തസ്സായി നോക്കും. എന്നെ കൊണ്ട് വെറുപ്പിച്ചല്ലേ? ആരെ ഞാൻ വെറുപ്പിക്കാത്ത? ആരാ ബാക്കിയുള്ള വെറുപ്പിക്കാന്? എനിക്കൊന്ന് കേൾക്കണം. ഇന്നത്തെ അവസ്ഥ അങ്ങനെ ഒന്നല്ല മോളെ. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് ആസിക്കിന് ഉണ്ട് 8 സെന്റ് സ്ഥലം ആസിക്കിന്റെ പേരില്. അറിയാം എനിക്ക് 8 സെന്റ് സ്ഥലവും പേരെയും ആസിക്കിന്റെ പേരിലുണ്ട്. ആസിക്കിന്റെയും മറ്റേ സൈനാന്റെയും പേരില്. എനിക്കറിയാം. ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. എങ്ങനെ വെച്ചാല് അത് അങ്ങനെയാണല്ലോ. ഒന്ന് ചീഞ്ഞ ഒന്ന് വളവുമല്ലോ.
അത് ശരിയാണ് നിങ്ങൾ ഞാൻ പക്ഷെ പിന്നെ എന്ത് പറഞ്ഞാലും ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള സങ്കടം എന്താണെന്ന് അറിയാം എനിക്ക്. എന്റെ 4 മക്കളെ ഉമ്മാണ് ചെയ്യും. അന്നെ ഞാൻ സ്വീകരിച്ചോളാം. ഇപ്പോഴും ഞാൻ പറയണ്ട, അന്നെ സ്വീകരിച്ചോളാം. എന്തിനാന്നറിയോ? അന്നെ ചെയ്യാനോ അന്റെ ഒപ്പം വന്നിട്ട് കൊഞ്ചു കുലാവാനോ ഒന്നല്ല. എന്റെ 3 പെൺകുട്ടികള് അതാലോചിച്ച്. ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ ഒരാഴ്ച എന്നെ തിരിഞ്ഞു നോക്കൂല. എനിക്ക് 3 പെൺകുട്ടികളുള്ളതുകൊണ്ട് 2 ഓപ്ഷൻ എന്റെ മുമ്പിലുള്ളത്. ഒന്ന്, ഇജ്ജ് മരിക്കുക, ഇജ്ജ് മരിച്ചു പോവുക. എന്നാ പിന്നെ ജീവിതകാലം മുഴുവൻ അനക്കും വേണ്ടി ഞങ്ങൾ തേടും. ഇജ്ജ് ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും അമീതിന്റെയും പേരിൽ ഇജ്ജ് കേസ് കൊടുക്കുക. കേസ് കൊടുക്കുക. പിന്നെ അപ്പൊ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ അടുത്തേക്ക് വരുമൊന്നുമില്ല. സ്വീകരിച്ചാൽ എന്റെ അടുത്തേക്ക് വരും. വരാതിരിക്കുവോ? അത് ശരി. എന്നെ സ്വീകരിച്ചാൽ ഞാൻ നോക്കുവോ? രാത്രി കിടക്കാനൊക്കെ വരുമോ? രാത്രി കിടക്കാൻ എൻ്റെ അടുത്ത് ഞാൻ എന്തിനാ വരുന്നത്? അമീത് വരുമല്ലോ. അമീത് വരുമല്ലോ രാത്രി കിടക്കാൻ. എന്തിനാ? അത് ശരി. ഞാൻ ഉണ്ടാവുമ്പോ തന്നെ അമീതിനെ കൂടുന്നല്ലേ ചേച്ചി? എടി ഞാൻ എൻ്റെ ഒപ്പം നിൽക്കുമ്പോ തന്നെ, നല്ലപോലെ നിൽക്കുമ്പോ തന്നെ അമീതിനൊപ്പം 5 കൊല്ലായി നിന്നുള്ള തെളിവ് എൻ്റെ അടുത്തുണ്ട്. എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞിരിക്കണ് എന്നോട്. 1 മാസം മുന്നേ എൻ്റെ അമ്മ പറഞ്ഞിരിക്കണ് ഏറ്റെടുക്കാൻ ആളുണ്ടെന്നില്ല. അത് പോട്ടെ, അത് ഞാൻ ഒഴിവാക്കി. കിടക്കാനും പിടിക്കാനും അത് ഒഴിവാക്കി. കിടക്കാൻ ആ പൂറ് എന്തായാലും സത്യം. ആ പൂറ് കാണുമ്പോൾ എനിക്ക് എന്തായാലും അമിതിന് ഓർമ്മ വരും. എന്തായിട്ടില്ലാന്ന് പറഞ്ഞു നിങ്ങളോട്. ഞാൻ ഇല്ലാത്ത സംഭവങ്ങൾ എങ്ങനെ അറിയാം? ഞാൻ ഇല്ലാന്ന് പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ലാന്ന്. എന്തില്ലാന്ന്? ബന്ധു പക്ഷെ ഇല്ലാന്ന് പറഞ്ഞില്ല. ഞാൻ കണ്ടല്ലേടി. അത് ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഇല്ല. എന്തില്ലാന്ന് നിങ്ങൾ പറഞ്ഞ ഒന്നുമില്ല. പിന്നെ എന്തിനാ അവനെ കട്ടിനോട് കൊണ്ടേ കിടത്തി? അത് ചോദിക്കാൻ വന്നപ്പോ നിങ്ങൾ വന്നപ്പോ അവിടെ ചേർന്നതാണ്. എങ്ങനെ ഇരുത്തെത്താ? കംപ്ലീറ്റ് ലൈറ്റ് ഓഫ് ആക്കി വെച്ചിട്ട് ഇരുത്തത്ത് കിടക്കേ? ഞാൻ വെറുതെ അവിടെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ കണ്ടപ്പോ അവിടെ ചേർന്നതാണ്. എന്താണ്? എവിടെ ഇരിക്കായിരുന്നു? ബെഡ്റൂമിലാ? അവിടെ ഇരിക്കുകയായിരുന്നു. ബെഡ്റൂമിൽ കൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമുണ്ട്? അമിത് നമ്മളാരാ? ഷമ്മുവോ റഫീഖോ അദ്വാക്കോ അല്ലെങ്കിൽ കുൻ അനീഫിയോ നമ്മളെ സി സി അനീഫിയോ കുപ്പി സിദ്ദീഖോ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ സങ്കടമില്ല. അതൊക്കെ നമ്മളെ ഭാഗ്യം. സംഭവിച്ചു പോയി. ഹമീദ് എങ്ങനെ വന്ന് ഇരിക്കുക നമ്മളെ ബെഡ്റൂമില്? വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞ അത് സാരമില്ല. സാരില്ല പറയല്ലേ? അതെങ്ങനെ? അത് സാരം തന്നെയല്ലേ? അത് 13 കൊല്ലം അന്നെ ഞാൻ നോക്കി നടന്ന എനിക്ക് സാരം തന്നെയാണത്. അത് നിങ്ങൾ പറഞ്ഞു നിങ്ങളെ കൊറേ അടിക്കാൻ കുത്തുമൊക്കെ ചെയ്യുന്നില്ല. ആരടിക്കണ്? ഞാൻ എന്നെ അടിച്ചാ? അമീദിനെ അടിക്കുകയൊക്കെ ചെയ്തില്ല. അമീദിനെ അടിച്ചാൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടോ? എനിക്ക് ഇല്ല. അമീദിനെ ഇഞ്ഞും അടിക്കുവേന്. അമീദിനെ കാണാൻ തിരഞ്ഞെടുക്കണം. അമീദ് ഇപ്പൊ കോട്ടക്കലുള്ള വിവരമൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്നു. കോട്ടക്കൽ ഹോട്ടലിൽ പണ്ടാരി പണം എടുക്കാന്നുള്ള വിവരമൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്നു. അതൊക്കെ എനിക്ക്. ഹമീദിനെ ഇഞ്ഞും അടിക്കും. ഞാൻ മരിക്കോളം അടിക്കും. ഞാൻ മരിച്ചതിന്റെ മോനടിക്കും. മോൻ മരിച്ചതിന്റെ മോന്റെ മോൻ അടിക്കും. നായിന്റെ മോളെ എനിക്ക് കേൾക്കണോ? എന്റെ വാപ്പാനൊക്കെ റോട്ടുമെന്ന് കാണാൻ വേണ്ടി കാത്തിക്കാൻ അറിയോ എനിക്ക്? എന്റെ പേഴ്സിൽ ഇപ്പോഴും ഞാൻ പാത്ത് വെച്ചിക്കാണ് 5 രൂപന്റെ മൂക്കുപ്പടി. എന്തിനാണെന്നറിയോ? എന്റെ വാപ്പാക്ക് ശ്വാസം മുട്ടാണ്. മൂക്കുപടി മൂക്കിലുണ്ട് കയറ്റിയാൽ ശ്വാസം മുട്ടി മരിച്ചോളും. അത് കേൾക്കണം. എന്റെ തള്ളനെ ഞാൻ ആ ബൈപ്പാസ് റോഡിൽ നിന്ന് കണ്ടിട്ട് ഒഴിവാക്കിയാണ്. എനിക്ക് എന്താ തോന്നിയെന്നറിയോ? ഒരു ചവം ഒരു വേശി നടന്നു പോണ് പൊലാടിച്ച് പോണേക്കോട്ടെ എന്ന്. അല്ലെങ്കിൽ ആ തള്ളനെ അവിടെ എനിക്ക് വസലാക്കാരായിട്ടൊന്നുമില്ല. ആ തള്ളനെ ആ ബൈപ്പാസ് മറ്റേ തായപ്പാന ബൈപ്പാസ് റോഡിൽ നിന്ന് തള്ള എവിടുക്കോ പണിക്കോയിട്ട് വരേറ്റാണ്. ആ പൊലാടിച്ച് തള്ളനെ അവിടെ വസലാക്കാനോ അവിടുന്ന് സ്റ്റേഷനിൽ പിടിപ്പിക്കാനോ എനിക്ക് അറിയാനൊന്നുമില്ല. എനിക്ക് ഒറ്റ വാക്ക് പറഞ്ഞാൽ ഞാൻ ഡ്രൈവറാണ്. തിരൂർ സിറ്റിയിലെ ഡ്രൈവറാണ് ഞാൻ. ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഈ പൊലാടിച്ച് തള്ള എന്നെ വിളിച്ചിക്കണ് 250 രൂപ തന്നാളോ ഒന്ന് ചെയ്താണ്ട് പോയിക്കൊന്ന് എന്നെ വിളിച്ചിക്കണെന്ന് പറഞ്ഞാൽ അപ്പം കൊണ്ടുപോകും. റെസ്ക്യൂ ഹോമിലാകും. 15 ദിവസം കഴിഞ്ഞിട്ട് ജാമ്യം കിട്ടുള്ളൂ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്താ കാരണം എന്നല്ല ചെയ്യാത്തതിന്റെ കാരണം എന്റെ 3 പെൺകുട്ടികളെ ആലോചിച്ചു. അതുകൊണ്ട് ഞാൻ മുണ്ടാന്ന്. ഇത് എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ ആലോചിച്ചോ. എന്നെ ഞാൻ സ്വീകരിച്ചോളാം. എന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ കേസ് കൊടുക്കാൻ പറ്റും. ഹമീദിനെയും കൂട്ടിയിട്ട് ഹമീദിനെ കൂട്ടിക്കൊടുത്താണ്. എന്നാ പിന്നെ എനിക്ക് ആൾക്കാരുടെ എനിക്ക് പറയാം ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിക്കണ്. ഞാൻ ഇപ്പോഴാണ് അറിയണത്. ശരിയാണ്, സെമീര കുടുങ്ങി പോയതാണ്. പാവാണ്. സെമീരനെ കുടിക്കിയത് അവളെ വാപ്പിയമ്മയാണ്. ഹമീദിനെ കൊണ്ട് കൂട്ടിക്കൊടുത്ത് വാപ്പിയമ്മയാണ്. അതുകൊണ്ട് സെമീരനെ ഞാൻ സ്വീകരിക്കാന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ ഞാൻ സ്വീകരിക്കും. പോരെ? അതല്ല, ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾക്ക് വണ്ടി എന്റെ മേത്ത് കയറ്റാൻ പറ്റും? വണ്ടി എന്റെ മേത്ത് കയറ്റി ഞാൻ എന്തിനാ കൊടുങ്ങാനാ? എന്റെ ഉപ്പാനെയും ഉമ്മാനെയും എന്റെ ആങ്ങളിനെയും വണ്ടി കയറ്റി ഞാൻ ശരിയാക്കാന്നുണ്ടെങ്കിൽ അത് കേസ് എങ്ങനെയാണെന്നല്ല എനിക്കറിയാം. എന്റെ മേത്ത് വണ്ടി കയറ്റുമ്പോൾ കേസ് മാറും. ആ കേസ് ഞാൻ നിൽക്കൂല. അത് കേൾക്കണ സെമീര, ഇജ്ജൊന്ന് മനസ്സിലായിക്ക. ആദ്യം
എനിക്കേ ഞാൻ മാത്രല്ല ഡ്രൈവർ. അല്ല ആ ഇതിന്റെ കൂടെ ഇഷ്ടമായ ആൾക്കാരുണ്ട് എനിക്കറിയുന്നു. ഞാനാ പറയണ അസൈനാണ് പറയണ അവരോട് ധൈര്യത്തിൽ കയറ്റട കൊണ്ടുപോയിട്ട് അസൈൻ ബാക്കിൽ നിന്ന് പറയണെങ്കിൽ അവർ കയറ്റും. അതിന് ഞാൻ പറഞ്ഞു ഡ്രൈവർ നിങ്ങൾ ആളെ മാറ്റി കയറ്റിയാൽ മതി. ഇതൊരു കാര്യം ചെയ്താൽ നല്ല സുഖമുള്ള പണി ഞാൻ പറഞ്ഞുതരാം. റെയിലുമേ തലവെച്ചളാം. എന്തിനാണ്? ആരും ഒരു മനസ്സറിയില്ല. റെയിലിന് ഡ്രൈവറും പാടെ അറിയില്ല. റെയിലുമേ തലവെച്ച് മരിച്ചാളാം. ചെയ്യടാനി ചെയ്തോളാം. ഒന്നെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും അമിതിന്റെ പേരിൽ കേസ് കൊടുക്കുക, അല്ലാത്ത പക്ഷം റെയിൽവേ തലവെച്ച് മരിക്കാം. ആ റെയിൽവേ തലവെച്ച് മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മര്യാദ കൊലത്താൽ നിൽക്കാൻ പൂതിയില്ല വെച്ചാൽ മര്യാദ കൊലത്തിലൂടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കൂടെ നിന്നോ, ഇൻ്റെ അടുത്തേക്ക് വരിക, ഇൻ്റെ അടുത്ത് സംസാരിക്കാൻ പൂതിണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വിളിച്ചോ, സംസാരിച്ചോ, ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ എനിക്ക് ചെയ്യണമെന്നുള്ള പൂതിണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം. നിരോധിട്ടേ ചെയ്യുള്ളൂ. എന്നുവെച്ചാൽ ഈ നിരോധിട്ടേ ചെയ്യുള്ളൂ. എന്നുവെച്ചാൽ അസുഖം വരാതിരിക്കാൻ. അത് കാര്യം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ഒരുപാട് കുണ്ണ കയറി പോയ പൂറാണ്. ഞാൻ സാധാരണ പോയിട്ട് 500 1000 ഒക്കെ കൊടുത്തിട്ട് ഞാൻ ചെയ്യല്.